2012 വെള്ളം ഏകദേശം ഇതിന്റെ ഈ തലപ്പൊക്കം ഈ പക്കം വരെ ഉണ്ടായിരുന്നു ഇവിടെ. നിങ്ങൾ ഈ പക്കം ആലോചിച്ച് നോക്കിയേ, എന്തേരം വെള്ളമാണ്. ഈ വെള്ളം എല്ലാം കൂടെ കടൽ സ്വീകരിച്ചില്ല നമ്മൾ എന്നെ അടുത്തത്. അങ്ങനെ ഭയങ്കര ഇവിടുന്നാണ് ആളുകളെ വള്ളത്തെ കയറ്റി ബോട്ടൊക്കെ കയറ്റി ഈ റോഡുകളിൽ കൂടെ എല്ലാം വള്ളമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. പക്ഷെ ആ സംഭവിച്ചതുപോലെ എന്തോ അത് ഒരിക്കലും മനുഷ്യൻ സ്വപ്നം കാണാത്ത ഞങ്ങൾക്ക് കുട്ടനാട്ടുകാർക്ക് വെള്ളം പേടിയില്ല. നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ വെള്ളം വരില്ല. കാരണം നമ്മുടെ വെള്ളം ഈ കിണറ്റിൽ ടാങ്കിനകത്ത് വെള്ളം കയറുന്ന ചെറുതായിട്ട് ഹൈറ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ കിഴക്കൻ പ്രദേശത്ത് ഇപ്പം വയനാട്ടിലാണ് ദുരന്തം, അവർക്കിപ്പോൾ വീടുകൾ കിട്ടി. വയനാട് ദുരന്തം പോലെയൊക്കെ നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ ഉറങ്ങിക്കിടക്കുന്നവരുടെ മേളിൽ കൂടെ വെള്ളം പൊങ്ങും. നമുക്കറിയാം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട, ഇടുക്കി, അതായത് നമ്മുടെ റാന്നി, കോഴഞ്ചേരി, പത്തനംതിട്ട ആ ഭാഗങ്ങളിൽ മഴ പെയ്ത് 8ാമത്തെ മണിക്കൂറിൽ കുട്ടനാട് വെള്ളം വരും. നല്ല ഒഴുക്കിൻ്റെ ശക്തി കൂടുന്നതനുസരിച്ച്. അപ്പോൾ അത്ര സമയം നമുക്ക് രക്ഷപ്പെടും. കിഴക്ക് ശക്തമായ മഴ പെയ്ത് നമുക്കറിയാം 3ാം പൊക്കോ അല്ലെങ്കിൽ 2ാം പൊക്കോ ഇവിടെ കലക്കൽ വരും വെള്ളത്തിന്. അപ്പോൾ ആ വെള്ളം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, വെള്ളത്തിന് ഒഴുക്ക് കാണാൻ മനസ്സിലാവും വെള്ളം ഹൈറ്റ് ചെയ്യുമോ എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് നമുക്ക് ഭയപ്പാടില്ലാതെ ഉറങ്ങാം, എഴുന്നേക്കാം. അതാണ് കുട്ടനാട്. അതുകൊണ്ടല്ലേ ഞങ്ങളോട് നിങ്ങൾ എല്ലാവരും ഇപ്പം ഒരുപാട് ആളുകൾ കുട്ടനാട്ടിൽ നിന്ന് പറിച്ച് നടപ്പെട്ടിട്ടുണ്ട് ഈ വെള്ളത്തിൽ മേടിച്ച്. ഈ നിൽക്കുന്ന മരത്തിന് എത്ര വയസ്സ് പ്രായം കാണും? ഏകദേശം ഒരു ഉദ്ദേശം ചുമ്മാ പറഞ്ഞാൽ മതി. 100. ആർക്കെങ്കിലും എടുത്ത് മാറ്റാൻ പറ്റുന്നതാണത്? 100 ഇവിടെ 50 ഉണ്ടോ? 50 ഉണ്ടോ? അല്ല, നിൽക്കുന്ന ഇവിടുത്തെ തെങ്ങുകൾ, മരങ്ങളൊക്കെ, ഇതെങ്ങൾക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും. നമുക്ക് ജീവിച്ചാൽ എന്താ പ്രശ്നം? ഇവിടുന്ന് അങ്ങോട്ടൊന്നും മാറാൻ പറ്റില്ല. വെള്ളം പൊങ്ങുമ്പോൾ അതിനകത്ത് അപ്പോൾ അതിൻ്റെ കാരണം അതിജീവിക്കാൻ പഠിക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ എല്ലാത്തിനെയും അതിജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരു ജനസമൂഹമാണ് കുട്ടനാട്. ഈ ഞാൻ പറഞ്ഞത് ഈ പാടങ്ങളൊക്കെ, ഇവിടുത്തെ മിക്ക പാടങ്ങളും മട വീണ് പോയിട്ടുണ്ട്. അത് കർഷകരുടെ സ്വപ്നങ്ങളിലേക്ക് മേലാണ് വെള്ളം വീഴുന്നത്. അപ്പോൾ ഇഞ്ചം വെച്ച് വീണ്ടും പറ്റിക്കും. ചക്രം ഉണ്ടായിരുന്ന കാലത്ത് ചക്രം ചവിട്ടി വീണ്ടും പറ്റിക്കും. സാങ്കേതിക വിദ്യയ്ക്ക് വളർന്നതിന് മുമ്പും ഇവിടെ കൃഷി ചെയ്തത്. അതിനുശേഷം വീണ്ടും സ്വപ്നങ്ങളിലേക്ക് നടന്നു നിൽക്കുകയും ആ സ്വപ്നത്തിന് വിളകളുണ്ടാക്കുകയും ആ വിളകൾ കൊണ്ട് ആ വിള ഒരു വലിയ ധാന്യമായി മാറുകയും അത് ലോകത്തിന് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്നവരാണ് കുട്ടനാട്ടുകാർ. ചെറിയ കക്ഷികളല്ല.